കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ, നമ്മളിപ്പോൾ തൃശ്ശൂർ പാലക്കാട് റൂട്ടിലേക്ക് ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പണ്ടത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഈ റൂട്ട് കാണിക്കാറുള്ളത് നമ്മൾ മാമൻ്റോടേക്ക് പോകുമ്പോൾ മാത്രമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മാമൻ്റോടേക്കല്ല പോകുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് കുത്താമ്പുള്ളിയിലേക്കാണ് കേട്ടോ. അപ്പോൾ കുത്താമ്പുള്ളി ഒരു നെയ്ത്ത് ഗ്രാമമാണ്. അവിടെ നമുക്ക് കൈത്തറി ഹാൻഡ്ലൂംസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വളരെ ഹോൾസെയിൽ റേറ്റിനും അതുപോലെ തന്നെ റീറ്റെയിൽ റേറ്റിനൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം കുതിരാനൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു ടീംസ് ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അതിൽ അച്ഛനുണ്ട്, ഞാനുണ്ട്, ദീപേച്ചി ഉണ്ട്, അതുപോലെ തന്നെ അപ്പുണ്ട്, പിന്നെ വിജി ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ കുതിരാന്റെ കവാടത്തിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അതിന്റെ തൊട്ടപ്പുറത്ത് ഇതാ അങ്ങനെ ഒരു വഴി അവർ ഒരുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുതിരാന്റെ അമ്പലത്തിലേക്ക് കടക്കാനുള്ള വഴിയായിരിക്കും. അപ്പൊ അതിന്റെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഞങ്ങളിങ്ങനെ കുതിരാന്റെ തുരങ്കം ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി കാഴ്ചയാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, കുതിരാൻ്റെ കവാടം അങ്ങോട്ട് കഴിഞ്ഞ് തുരങ്കം കഴിഞ്ഞ് പോകുന്ന ഒരു സീനാണ്, അടിപൊളി സീനാണ് കേട്ടോ അത്. പിന്നെ ഇതാ നമ്മൾ വാണിയമ്പാറ എത്തുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയും കേട്ടോ. അപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്. നിങ്ങൾക്ക് റൂട്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്, ഈ റൂട്ട് കുറച്ചും കൂടിയും ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റുന്ന റൂട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചേലക്കര, പഴയന്നൂർ ആ റൂട്ടാണ് നമ്മളിപ്പോൾ പിടിക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്രാവശ്യം ഈ റൂട്ട് പോകാൻ കാരണം എന്താണെന്നറിയോ, ഈ റൂട്ടിൽ അധികം ട്രാഫിക് ബ്ലോക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം ആസ്വദിച്ചുകൊണ്ട് പോകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. നമ്മൾ മറ്റേ വടക്കാഞ്ചേരി ഷൊർണൂർ റൂട്ടാണെങ്കിൽ കുറച്ച് ബിസി റോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന്. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ അവിടെ നിറയെ ഇങ്ങനെ പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഗംഭീരമായി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെൻറ്റർ എത്തിക്കഴിഞ്ഞാൽ പഴയന്നൂരിലേക്ക് നമ്മൾ റൈറ്റ് തിരിയും കേട്ടോ. അങ്ങനെ റൈറ്റ് തിരിഞ്ഞ് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫോറസ്റ്റ് ഏരിയ, അതായത് എളനാട് ഫോറസ്റ്റ് ഏരിയ, ഫോറസ്റ്റ് സ്റ്റേഷൻ കാണാം, ഏരിയ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയയാണ്. ഇത് കിടുക്കാച്ചി കാഴ്ചയാണ്. നിറയെ തേക്കാണ്, രണ്ട് സൈഡിലും നിറയെ തേക്കാണ് കേട്ടോ. നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിലേക്കാളധികം തേക്കാണ് ഈ രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ സജിയമ്മയുടെ, അതായത് മണിയുടെ അമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ റൂട്ടാണ് വരാറ്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകളായിരുന്നു. കുറേ നാളായിട്ട് നമ്മൾ വന്നിട്ട്, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നിട്ട് വരണത്. കുറേ കൊല്ലങ്ങളായി. അപ്പോഴേക്കും ഈ വിറ്റങ്ങളൊക്കെ ഇങ്ങനെ വലുതായി പടർന്ന് പന്തലിച്ച് ആകാശമുട്ടെ വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്തിനാ നമ്മളിവിടെ നിർത്തിയെന്നല്ലേ, നമ്മൾ അതിമനോഹരമായ പാടവും മലയും കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണോ നിർത്തിയെന്ന് സംശയിക്കും അല്ലേ. പക്ഷെ അല്ല, നമ്മളിവിടെ നിർത്തിയിട്ടുള്ളത് വാൾ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കാലത്ത് ഗുളിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊട്ടും എഫക്റ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ അതാ ഇവരിവിടെ നിന്ന് എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ അപ്പുറത്ത് നിന്ന് വാൾ വയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ തൊട്ടടുത്ത് ഒരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ മേടിച്ചു തന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കുടിച്ച് അത്യാവശ്യം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇതാ വീണ്ടും ട്രാവലിങ് തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ കോഴിയമ്പലം എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ റൈറ്റാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷൊർണൂർ റൂട്ട് വന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ള വഴി, അതായത് വാണിയമ്പാറ റൂട്ടാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. കുറച്ച് ലോങ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ട്രാവൽ ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും സുഖമായിട്ട് വരാം കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടി തന്നെയാണ് നമ്മൾ ഇന്നും ഇപ്രാവശ്യം പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്താറാവുമ്പോൾ നമ്മുടെ ARന്റെ ഫ്ലക്സുകൾ ഓരോന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാകണ്ട AR ഹാൻഡ്ലൂംസ് എന്ന് നമുക്ക് വഴി ഒട്ടും തന്നെ തെറ്റാതെ നമ്മളെ കൃത്യമായിട്ട് നമ്മളെ ആ ഷോപ്പിൽ എത്തിക്കുന്ന ഒരു ഫ്ലക്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തേടി പിടിച്ച് വന്ന കട എത്തിയിട്ടുണ്ട് കേട്ടോ. കുത്താമ്പുള്ളി കൈത്തറി കട, AR ഹാൻഡ്ലൂംസ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ എൻട്രി ചെയ്യണേക്കാട്ടി മുന്നേ കണ്ടിട്ടുള്ള ഒരു വിഷ്വലാണ് കേട്ടോ ഇത്. നിറയെ വണ്ടികളാണ് കേട്ടോ. അതെ, ഇതാണ് അവരുടെ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷോപ്പിൻ്റെ മുമ്പിൽ അവർ രണ്ടുപേരും നല്ല ബ്ലാക്ക് കളർ ഷർട്ട് ഇട്ടിട്ട് നിൽക്കണം. സൈഡിലൊരു മ്യൂറൽ പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഷർട്ട് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫ്ലക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. തിരിച്ചറിയാനായിട്ട് എളുപ്പമുള്ള മാർഗ്ഗങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അറിയാനായിട്ട് മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നുണ്ടല്ലോ, നിറയെ വണ്ടികളുണ്ടാവും ഇതുമാരെ. അപ്പോൾ അതാ കണ്ടോ, ഇതൊക്കെയാണ് അവരുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാം അല്ലേ.
അതിനെക്കാട്ടി മുന്നുണ്ടല്ലോ ഞാൻ ദാ ഇങ്ങനെ മതിലുമൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ, ഇതുമ്പോൾ ഫുള്ളും ARൻ്റെ ഫ്ലക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒട്ടും നേരം വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറണ്ടേ. പുറത്തത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ മുഖം നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കാണാം അല്ലേ. നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് കുത്താമ്പുള്ളി AR കളക്ഷൻസിലാണ്. സബ്സ്ക്രൈബേഴ്സിന്റെ അഭ്യർത്ഥന കാരണം കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഇനിയും കാണിക്കണം, പ്രൈസ് ഒക്കെ കാണിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിതാ ഇവിടെ നമ്മുടെ കുഞ്ഞിക്കുട്ടികൾ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ തന്നെ ചോദിക്കാം ഇപ്പൊ എങ്ങനെയുണ്ട് കളക്ഷൻസുകൾ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു റഷൊക്കെ എങ്ങനെയുണ്ട്, നമ്മുടെ വീഡിയോകളോട് ഇവരിവിടെ കട മൊത്തം എന്താ പറയാ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ചവർക്കും നമ്മളോടുള്ള സ്നേഹത്തിന് നന്ദി. അപ്പോൾ നമ്മുടെ ഓൺലൈൻ പർച്ചേസ് കുറച്ച് ദിവസം ഓണം വരെ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം ഓൺലൈനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഡയറക്റ്റ് വരുന്നവർക്ക് കാരണം ദിവസം നല്ല സൈഡ് ഇപ്പോൾ തിരക്കുള്ള കാരണേ. പിന്നെ ഓണത്തിൻ്റെ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കസ്റ്റമറും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. കോട്ടയത്തുനിന്നും എല്ലാ ജില്ലയിൽ നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട് ആൾക്കാര്. അപ്പോൾ പിന്നെ ഓൺലൈൻ പർച്ചേസിന് ആവശ്യമില്ല എന്നാണ് അവർക്കും തോന്നുന്നത്. അതായത് ഓൺലൈൻ നമുക്ക് ഇപ്പോൾ ഓണം വരെ ബുദ്ധിമുട്ടാണ്. ഉണ്ടെന്ന് പറഞ്ഞ ശേഷം റിപ്ലൈ ഇല്ലെങ്കിൽ നമുക്കാണ് പേര് വരിക. അപ്പോൾ അത് കാരണം ഓൺലൈൻ കാരണം കുറച്ച് ഓണം വരെ സ്റ്റോപ്പാണ്. ബാക്കി നമുക്ക് നേരിട്ട് വന്ന് എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ഓൺലൈൻ പർച്ചേസിന്റെ കാലം ഇപ്പൊ ഏകദേശം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് കാരണം കൂടെ എല്ലാവരും നേരിട്ട് തന്നെയാണ് വരുന്നത്. എത്ര ദൂരത്തുനിന്നാണ് ഇവിടേക്കൊക്കെ എത്തണത്. അപ്പൊ അവരൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വരുമ്പോൾ ശനി ഞായർ മാത്രം ഒന്ന് ഒഴിക്കണം. ശനി ഞായർ ഭയങ്കര തിരക്കാണ്. ശനി ഞായർ ഇവിടെ അകത്ത് കയറി നിൽക്കാനുള്ള സ്ഥലത്തിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. മാക്സിമം ഐറ്റംസ് നമ്മൾ പ്രൊഡക്ഷൻ ഒക്കെ നല്ല തിരക്കാണ്. നല്ല തിരക്ക് തന്നെയാണ്. എന്റെ സംസാരം കേൾക്കുന്നുണ്ടോന്ന് പോലും അറിയില്ല. എന്താ വെച്ചാൽ അത്രയും ബഹളാണ് കേട്ടോ. ഒരുപാട് കല്യാണത്തിന്റെ കളക്ഷൻസുകളും കല്യാണത്തിന്റെ പർച്ചേസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ അതെ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സോഫ്റ്റ് സിൽക്ക് സാരി മുതൽ പട്ട് സാരി, സോഫ്റ്റ് സിൽക്ക് സാരി, അതേപോലെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരികൾ എല്ലാം ഒരുപാട് കളക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോക്കും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമർക്ക് എടുക്കാൻ പറ്റില്ല, കിട്ടുന്നില്ല എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. അതെ, അപ്പൊ ഞാനിവിടെ മെയിൻ ആയിട്ട് വരാൻ കാരണം നിങ്ങളുടെ കമന്റ്സ് തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രൈസ് ഒന്നും കഴിഞ്ഞ പ്രാവശ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. പക്ഷെ ഇപ്രാവശ്യം നല്ല രീതിയിലല്ല എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അത് കാരണം കൊണ്ട് നമുക്ക് എത്രത്തോളം കവർ ജില്ലയിൽ പത്തനാപുരത്ത് നിന്ന് വരുന്നതാണ്. സാറോട് സംസാരിച്ചു. അവർ പറഞ്ഞു ഒരു ട്രാവലർ 21 പേരാണ് വന്നിരിക്കുന്നത് ഇവിടെ വിളിക്കാൻ വേണ്ടിയിട്ട്. ബോംബെ കല്യാണം എന്നാണ് സാറ് വരുന്നത്. ബോംബെയിൽ താനൻ ബോംബെ താനന് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നെറ്റിലെ കണ്ടിട്ട് ഇതാണ്. അപ്പോൾ വന്നപ്പോഴും കുഴപ്പമില്ല, നല്ല സെലക്ഷൻ ഉണ്ട്. കേട്ടത് മോശമായിട്ട് വന്നില്ല. ശരി, ഇതാണ് ഞങ്ങളുടെ കല്യാണം ചെയ്തത്. നമസ്കാരം. സെപ്റ്റംബർ 11 ഇപ്പോൾ പുതിയ കട പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് കഴിഞ്ഞ ശനി ഞായർ വന്നിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. സ്ഥലം അകത്ത് നിൽക്കാൻ പറ്റാണ്ടാണ്. പരമാവധി ശനി ഞായർ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ലീവ് ദിവസം അവരും വരുള്ളൂ. വന്നാൽ പിന്നെ അകത്ത് നിൽക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആടി സെയിലാണോ എന്താണ് തിരക്കെന്ന് ചോദിക്കുന്നത്. എന്നും ആടിയാണ് ഇവിടെ. ആടി സെപ്പറേറ്റ് ഒന്നുമില്ല. എന്നും ആടി എന്നും വില കുറവ്. അതിൻ്റെ ഗ്യാരണ്ടി നമുക്ക് തരില്ല. അപ്പോൾ സാറ് നമ്മൾ ചോദിക്കാണ്ടാണ് സാറ് പറഞ്ഞത്. അത് ആ ഒരു ഉറപ്പ് നമ്മളിവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെയാ അങ്കിള് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇൻട്രോ തരുമായിരുന്നു. എന്താ വെച്ചാൽ അത്രയും നല്ല സർവീസ് ആണെന്നാണ് പറയണത്. അപ്പൊ അവരുടെ ഒരു മനസ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളുടെ എല്ലാ സർവീസും നന്നാവുമെന്ന് പറയില്ല കേട്ടോ. നമ്മളെല്ലാം നന്നാക്കാൻ പറ്റില്ല. തിരക്ക് വരുമ്പോൾ ഒരുപാട് പേര് കണ്ണിൽ പെടാണ്ട് പോകുന്നവരുണ്ട്. എല്ലാവരോടും സംസാരിക്കാനും പറ്റുന്നില്ല. അവരോടൊക്കെ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഒരുപാട് തിരക്കിനായിട്ട് ശനി ഞായറാകുമ്പോൾ അത്രയും 60-100 കസ്റ്റമർ കയറി വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ ഇവിടെ വെച്ച് നിർത്താമെന്ന്. കാരണം എന്താണെന്നറിയോ, ഇതേ കണ്ടില്ലേ ആളുകളുടെ ഭയങ്കര റഷാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്കിനി നേരെ പോകാം.
ഷോപ്പിൽ വന്നിട്ട് ആദ്യം തന്നെ നോക്കാൻ വന്നിട്ടുള്ളത് സെറ്റ് മുണ്ടുകളുടെ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളുടെ ഓണമല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻസും സാരീസിൻ്റെ കളക്ഷൻസും അല്ലേ കൂടുതൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു സെറ്റ് മുണ്ട് തന്നെ ആയിക്കോട്ടെ ആദ്യം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിൾ നമുക്ക് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് സെറ്റ് മുണ്ടുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ സ്റ്റാഫൊക്കെ അവിടെ ഭയങ്കര ബിസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയും ഞായറും ഭയങ്കര തിരക്കായത് കാരണം കൊണ്ട് തന്നെ എല്ലാം ഭയങ്കര മെസ്സി ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരതൊക്കെ അടുക്കി പെറുക്കി വെക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അവരൊന്നും ശല്യം ചെയ്യേണ്ടാന്ന്. ഇതേ കണ്ടോ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് അലങ്കോലപ്രദമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്റ്റാഫിനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി നമുക്ക് റേറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ചാടി പിടിച്ചിട്ടുള്ളത് നമ്മുടെ ബ്ലാക്കിലാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം അല്ലേ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനൊരു 626 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് അത് കണ്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മുടെ മുണ്ട് ഉടുക്കില്ലേ ഉടുക്കണ ഭാഗത്തേക്ക് ഇതുമാരെ വരും. അതുമാരെ തന്നെ ഇവിടെ ധാവണി പോലെ ഈ സെറ്റ് മുണ്ട് ഈ സാരി ഉടുക്കണ ഭാഗത്തേക്ക് ഇതുമാരെ തന്നെ വരും കേട്ടോ. അടിപൊളി ഒരു കളക്ഷനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് കണ്ടോ. നമ്മൾ സാധാരണ ചെറിയ ടൈപ്പിലാണ് ഇതൊക്കെ കാണാറ്, പക്ഷെ ഇതിങ്ങനെ നല്ല വീതിക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു അടിപൊളി വെറൈറ്റി മോഡലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുമാതിരി ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് വന്ന് എടുത്തിട്ട് പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ ബ്രൗൺ ആണ് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ആഷ് ആണ് ഇപ്പോൾ ഇത്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ കുഞ്ചലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നതും 600 സംതിങ് തന്നെയാണ് അല്ലേ, 765 കേട്ടോ. ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 765. അതുമാതിരി തന്നെ ഇങ്ങനെ കുഞ്ചലങ്ങൾ വരുന്നത് ഒരുപാട് മോഡലുകളുണ്ട്. അപ്പോൾ ഇത് ഒരു വയലറ്റ് കളറാണ്, നല്ല അട്രാക്റ്റീവ് കളറാണ്, നല്ല ബ്രൈറ്റ് കളറാണ്. ഇതിന് ബ്ലൗസ് നമുക്ക് ഇവിടെ നിന്ന് മാച്ചിങ് ബ്ലൗസുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. താഴത്തും ബ്ലൗസിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴെ മാച്ചിങ് നോക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. ഇത് ഫുള്ളൊരു ത്രെഡ് വരുന്ന വർക്കാണ് കേട്ടോ, ഫുൾ ത്രെഡ് വർക്കാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വർക്ക് ഉണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ഒരു റേറ്റ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 551 അല്ലേ, 550 രൂപയുടെ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. അതുമാതിരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ എന്ന് പറയുന്നത് കണ്ടത് സ്ട്രൈപ്സ് വരുന്നതാണ്. നല്ലൊരു മോഡലാണ് കേട്ടോ. ഇത് നമുക്ക് ഷോപ്പിൽ ചെന്ന് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു above 1000 എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 931 കേട്ടോ. പിന്നെ ഈ റേറ്റ് അല്ല, ഇതിലിവിടെ നമുക്ക് അധികം പർച്ചേസ് ചെയ്യുമ്പോൾ ഇവർ നന്നായിട്ട് തന്നെ നമുക്ക് ഡിസ്കൗണ്ട്. ഇത് പുളിയിലക്കരയാണ് കേട്ടോ. ഇതൊരു പ്രത്യേക എന്താ പറയാ ഒരു തറവാട് ഫീലൊക്കെ വരുന്ന ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ്. കൊടുത്തു കഴിഞ്ഞാൽ കിടക്കാച്ചിയാവും കേട്ടോ. നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് 547 രൂപ. ഇത് നല്ല വീതിയൊക്കെ ഉണ്ടാവും അല്ലെ, വീതികളൊക്കെ വേറെ ഉണ്ട് അല്ലേ. പിന്നെ ഇതുമാരെ തന്നെ ഒരു മ്യൂറലിൽ പെട്ട പോലെ തന്നെ ഒരു പ്രിന്റ് വർക്കൊക്കെ വരുന്നതാണ് കേട്ടോ. ഇത് നല്ല മയിലിന്റെയാണ്. ഇത് അടിഭാഗത്തേക്ക് ഇങ്ങനെ വരും അല്ലെ. ഇതിങ്ങനെ ഉടുക്കുമ്പോൾ അടിയിലേക്ക് ഇങ്ങനെ അതെ അടിയിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള മയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും. ഇതിന് നല്ലൊരു പിങ്ക് കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ അങ്ങനെയൊക്കെ ആയിട്ട് മാച്ചിങ് ആയിട്ട് നമുക്ക് ബ്ലൗസും മാച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വിജയിച്ച് വന്നിട്ടുണ്ടായിരുന്നു. വിജയിച്ച് ഇവിടെ ബെഡ്ഷീറ്റുകളാണ് നമ്മളെ കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആള് ബെഡ്ഷീറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിജയിച്ച് എങ്ങനെയുണ്ട് ചേച്ചി? നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. റേറ്റ് എങ്ങനെയുണ്ട് നോക്കിയാ? റേറ്റ് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയോ, ഇതാണ് ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫുള്ളും നല്ല അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ വർക്ക് വരുന്നതാണ് കേട്ടോ. അതെ കേട്ടോ, ഇത്രയും ഇതില് വീതിയില് കസവും അതുമാരെ തന്നെ പ്രിന്റും വരുന്നുണ്ട്. അതുമാരെ തന്നെ ഇവിടെയും അടിയിലും വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് നല്ല വീതിക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 508 ആണ് കേട്ടോ. 500 രൂപയുടെ ഉള്ളിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഈ മോഡലുകളൊക്കെ വരുന്നത് കേട്ടോ. ഇതിന് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഇത് അതുമാരെ തന്നെ ഗോൾഡൻ അല്ലാതെ മാത്രം ഇത് കളറിലാണ് വരുന്നത് കേട്ടോ. കളറിൽ അപ്പുറത്തും ഡോട്ടായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഇതിന്റെ അതേ സെയിം കളർ ബ്ലൗസ് തന്നെ മാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളിയാണ്. അടിപൊളിയായിട്ടുള്ള നല്ല നല്ല കളേഴ്സുകളുണ്ട് കേട്ടോ. ഇതും അതുമാരെ തന്നെ ടെമ്പിൾ വർക്ക് വരുന്നുണ്ട്. അതുമാരെ തന്നെ ഈ കളറിൽ ചെറിയ പ്രിന്റ് വർക്ക് ഗോൾഡനും വരുന്നുണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ 2.60 മീറ്ററാണ് കേട്ടോ. ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 800-850 ആ ഒരു റേറ്റിലാണ് കേട്ടോ. ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് പിന്നെ ഇത്
കുഞ്ഞു കുഞ്ഞു ചെക്കാണ് കേട്ടോ. ചെക്കും സിൽവറും കൂടിയിട്ട് വരുന്ന ഒരു കസവാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ബ്ലാക്ക് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, ബ്ലാക്കിലാണ് നമ്മൾ എപ്പോഴും കയറി പിടിക്കാറ്. പുളിയിലെ തന്നെ കണ്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അതേ കണ്ടോ ഇവിടെ ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട്. ഇതും അതെ കേട്ടോ, ഇതും സെറ്റ് കോട്ടണിലാണ്. ഇത് കോട്ടണിൽ നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അതേ കണ്ടോ, ഇത് അടുത്തത് ഒരു സെറ്റ് മുണ്ടന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല വീതിക്ക് വരുന്നുണ്ട്. കസവും നല്ല വീതിക്ക് വരുന്നുണ്ട്. അതുമാതിരി തന്നെ ഇവിടുത്തെ പ്രിന്റുകളും അത്യാവശ്യം വീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതും കൊള്ളാം, അടിപൊളി തന്നെയല്ലേ. അപ്പൊ ഇതിന് 906 കേട്ടോ ഇതിന്റെ എക്സാക്ട് റേറ്റ് എന്ന് പറയുന്നത്. അതുമാതിരി തന്നെ ഗോൾഡനിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ അല്ലേ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കോട്ടണിലാണ് വരണേ. നമുക്ക് ടിഷ്യൂവിന്റെ കളക്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഇവിടെ കുറച്ച് മെസ്സി ആയിട്ടാണ് കിടക്കണേ. അപ്പൊ നമുക്ക് എന്തായാലും കളക്ഷൻസ് കാണണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പൊ ടിഷ്യൂലുള്ള കളക്ഷൻസ് ഒക്കെ നമ്മളിപ്പോ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോ കണ്ടത് കൂടുതലും കോട്ടണിലാണ് കേട്ടോ. ഇനി ചെക്ക്, ഇതാണ് ഒരു ബ്ലാക്ക്. എനിക്ക് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ബ്ലാക്ക് ചെക്കിന് എത്രയാന്ന്. അപ്പൊ ഈ ബ്ലാക്ക് ചെക്കാണോ അതോ ഈ ബ്ലാക്ക് ചെക്കാണോ ചേച്ചി ഉദ്ദേശിച്ചെന്ന് അറിയില്ല. എന്തായാലും ഞാൻ രണ്ടിന്റെ വില പറയാം കേട്ടോ. ഈ ബ്ലാക്ക് ചെക്കിന് എത്രയാ? 24-27 914. അപ്പൊ ഈ ബ്ലാക്ക് ചെക്കിന്റെ വില എന്ന് പറയുന്നത് 914. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ചെക്കിനെക്കാട്ടും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് ഈ ചെക്കാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ചെക്കാണ് എനിക്ക് അന്ന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 824. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാം, ഇത് അടിപൊളി തന്നെയാണ്. എന്താ വെച്ചാൽ 1000 രൂപയിൽ താഴെയുള്ളൂ. ഇത് നമുക്ക് വിഷുവിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ്. കണിക്കൊന്ന പൂവാണ്. നിറയെ പ്രിന്റ് വർക്ക് വരുന്നത് കണിക്കൊന്ന തന്നെയല്ലേ. ഇത് കണിക്കൊന്ന പൂവാണ് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്, നല്ല പച്ചയാണ്. അതുമാതിരി ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 928 കേട്ടോ. ഞാൻ ഇങ്ങനെ റേറ്റ് പറയണത് ഇതിന്റെ ഒപ്പം തന്നെ റേറ്റ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രത്യേകം പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ. റേറ്റ് പറയൂ എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇതും അതുമാതിരി തന്നെ അത്യാവശ്യം ഹെവി ആയിട്ട് വർക്ക് വരുന്നതാണ്. ഇത് കണ്ടോ, ഇത് നല്ല ടിഷ്യൂല് വരുന്നതാണ്. നല്ല ഗ്രീൻ കളറിലാണ്. കളേഴ്സുകൾ പിന്നെ നോക്കണ്ട കേട്ടോ, എല്ലാ കളേഴ്സുകളും നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 928 കേട്ടോ. അത്യാവശ്യം കുഞ്ചലൊക്കെ ആയിട്ട് നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു ഹെവി അല്ല, നല്ല സിമ്പിൾ ആയിട്ട് വരുന്നതാണ്. കുറച്ച് വീതിയുള്ള ഒരു കസവൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ടിഷ്യൂല് വരുമ്പോൾ ടിഷ്യൂവിന് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അല്ലെ. പിന്നെ ഇത് നോക്കി കോട്ടണിലാണ് കേട്ടോ. കോട്ടണില് നല്ല അസല് ടെമ്പിൾ വർക്കാണ്, നല്ല ഹെവി ആയിട്ടുള്ള ടെമ്പിൾ വർക്കാണ്. നല്ല കിളിപ്പച്ച കളറാണ് കേട്ടോ. കിളിപ്പച്ച നല്ല ഭംഗിയുള്ള ഒരു പച്ചയാണ്. അതില് ബ്ലാക്ക് കൊണ്ടാണ് ടെമ്പിൾ വർക്കുകൾ. അതുമാതിരി തന്നെ ഗോൾഡന്റെ പ്രിന്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല മോഡലാണ്. ഇതിന്റെ വില 24. എന്താ ഈ നമ്പർ പറയണെന്നല്ലേ, ഇത് ഇവിടുത്തെ കോഡാണ് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിലൊരു ചാർട്ട് ഉണ്ട്. അപ്പോൾ ആ കോഡ് അനുസരിച്ച് അതിന്റെ റേറ്റ് അവരുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം അവർക്ക് നോക്കി പറയാനായിട്ട് എളുപ്പമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ ഒരു റേറ്റ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. 740. അപ്പൊ ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 740 കേട്ടോ. അപ്പൊ ഇതിന്റെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകുമ്പോണ്ടല്ലോ ഈ ഒരു റേറ്റ് ആയിരിക്കില്ല നമുക്ക് ഇവിടുന്ന് നമ്മുടെ രാജു ചേട്ടനും അരവിന്ദ് ചേട്ടനും അത്യാവശ്യം ഡിസ്കൗണ്ടും തരും കേട്ടോ നമുക്ക്. അപ്പൊ ഇത് ടെമ്പിൾ കളക്ഷനിൽ തന്നെയുള്ള വേറൊരു മോഡലാണ്. ഇത് നല്ല ആലില വർക്കാണ് കേട്ടോ വരണേ. ഇത് നല്ല കളർ കോമ്പിനേഷൻ ആണ്. ഒരു പ്രത്യേക ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളറാണ്. പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന ഒരു കളറാണ് കേട്ടോ ഈ രണ്ട് കളറും. ഇത് നല്ല കോമ്പിനേഷൻ കളർ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. നല്ല വീതി ഉണ്ട്. ഇതിന് നമ്മൾ സാധാരണ റേറ്റ് കുറവിന്റെ കാണുന്ന ഒരു സിൽവറിന്റെ മോഡൽ അല്ല കേട്ടോ. ഇത് നല്ല ഗ്രാൻഡ് ലുക്കിൽ വരുന്ന സംഭവമാണ്. 1800 രൂപയാണ് കേട്ടോ ഇതിന്റെ ഒരു റേറ്റ് വരണേ. കണ്ടോ, ഇതിന് റേറ്റ് വരും എന്താ വെച്ചാൽ ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ റേറ്റ് കുറവിനുള്ളതുണ്ട്. ഇതൊക്കെ ഒരു ബിലോ 1000 റുപ്പീസിനൊക്കെ വരണേ കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഒരു കസവിന് മാറ്റങ്ങൾ വരും. റേറ്റ് കുറയുമ്പോൾ കസവിന് മാറ്റങ്ങൾ വരും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഇവരുടെ ഷെൽഫുകൾ റാക്കുകളൊക്കെ കുറേയൊക്കെ കാലിയാണ്. അത് ഈ സാറ്റർഡേ സൺഡേയിലത്തെ കളക്ഷൻസിൽ പോയിട്ടുള്ളതാണ് കേട്ടോ. അതുമാതിരി തന്നെ ഇനിയും ബണ്ടിൽസുകൾ വന്നിട്ടുണ്ട്. ഇവർ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേറ്റൊക്കെ സ്റ്റിക്കർ കൊണ്ട് സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കളക്ഷൻസൊക്കെ ഓണത്തിനോടനുബന്ധിച്ച് ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം വരുമ്പോഴും പുതിയ പുതിയ കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ സെറ്റ് സാരിയുടെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളും സെറ്റ് സാരീസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്ക് സെറ്റ് സാരിയിൽ തന്നെ പച്ചയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 1132 കേട്ടോ. 1132 കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. നല്ല രസമായിട്ടുണ്ട്. ഇതിലെന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ്. ഇതും ആ ഒരു റേറ്റ് തന്നെയാണ്. ഒരു എബവ് 1000 റുപ്പീസിനൊക്കെ വരുന്നതാണ് കേട്ടോ. അതങ്ങനെ ഇതില്
ഒരുപാട് കളേഴ്സ് അല്ല, അതിൽ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ 2 സൈഡിലും മാത്രമായിട്ട് കളർ വരുന്നതാണ്. ഇതും അതുമാതിരി തന്നെ കുറച്ച് അത്യാവശ്യം കളേഴ്സിൽ വരുന്നത് തന്നെയാണ്. ഇതാണ് പുതിയ സെറ്റ് സാരിയുടെ കളക്ഷൻസ്. അത്യാവശ്യം മ്യൂറൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു പീകോക്കിന്റെ മയിൽപ്പീലൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഫുള്ളും നമുക്ക് മുന്താണിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 1261. പിന്നെ ഒരു കാര്യം, ഇത് കോട്ടൺ ആണ് കേട്ടോ. ഇത് കോട്ടണിൽ വരുന്ന മോഡലാണ്. ഇത് ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ബ്ലൂ കളറാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റേറ്റ്, അപ്പൊ ഇതിന് 931 ഇതിന്റെ റേറ്റ്. ഇത് നിറയെ തുമ്പിൽ മുഴുവനും ഇങ്ങനെ കുഞ്ചലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പൊ ഇതിന് 931 ഇതിന്റെ റേറ്റ്. ഇത് ഫുള്ളും ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് നല്ല ഇത് 1 ലെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. 1 ലെയർ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇത് റേറ്റ് എന്ന് പറയുന്നത് 1362 കേട്ടോ. ഇത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല വർക്ക് ഉണ്ട് കേട്ടോ. ഫുള്ള് വർക്കുകളുണ്ടോ, ഫുള്ള് ഇങ്ങനെ ഗോൾഡന്റെ ചെറിയ പിന്നെ അത് ഒരുപാട് മ്യൂറൽ വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് ടിഷ്യൂലാണ് വരുന്നത്. ഇത് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് ഇതിലുണ്ട് 1261 കേട്ടോ. നല്ല വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ. പിന്നെ കോപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കോപ്പറിലുള്ള ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. 840 ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത്. 1000-1200 രൂപയുടെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു മോഡലൊക്കെ വരുന്നത്. നമ്മൾ കാണിക്കാത്തത് ഈ ബ്ലാക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ചെക്സ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് സിൽവറിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരമായിട്ട് സിൽവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സിൽവറിൽ ബീഡ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും വരുന്നതാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഇതും അതുമാതിരി തന്നെ അടിയിൽ ഇങ്ങനെ ഫുള്ള് വർക്ക് ഇങ്ങനെ വന്ന് കിടക്കുന്നതാണ്. ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയണത് 2000 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ 2000 ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഫുള്ളും ടിഷ്യൂ ആണ്, ഇത് ഫുള്ളും ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഫുള്ളും ട്യൂബ് വർക്ക് ഉണ്ട്, അതുപോലെ ത്രെഡ് വർക്ക് ഉണ്ട്, അതുപോലെ ഇതിന്റെ സൈഡിൽ ഫുള്ളും ഇങ്ങനെ ബീഡ് വർക്ക് ഉണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ റേറ്റ് കൂടാനായിട്ട് കാരണം. പിന്നെ ഇതുമാതിരി യൂണിഫോം സാരീസ് ഉണ്ട് കേട്ടോ. 931 നമ്മൾ ഇവിടെ നിന്ന് ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ടുകളും ഇവർ ഇവിടെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾ ഈ റേറ്റ് കേട്ടിട്ട് ഞെട്ടണ്ട. നമുക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മോഡൽ ഇത് നല്ല ചെക്കിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ കണിക്കൊന്ന പൂവിന്റെ ഒരു ഫാബ്രിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് 1057 അപ്പൊ ഇത് കണ്ടോ മ്യൂറൽ വരുന്നതാണ്. ബ്രൗൺ കളറാണ്. അപ്പൊ ഇതില് 1275 ഇതിന്റെ ഒക്കെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതും അത്യാവശ്യം വർക്ക് വരുന്ന മ്യൂറൽ വർക്ക് വരുന്ന ഒരു സാരിയാണ് കേട്ടോ. ഇത് അടിഭാഗത്ത്, അതായത് കാലിൻ്റെ സൈഡിൽ ഫുള്ളും അങ്ങനെ വർക്ക് വരും. പിന്നെ മുന്താണിയിൽ ഇതായി ഇങ്ങനെ ഒരു കൃഷ്ണൻ്റെ കേട്ടോ. അടിപൊളിയായിട്ട് കാണാനായിട്ട് നല്ല വലിയൊരു ഒരു പിക്ചർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. അതിൻ്റെ റേറ്റ് 1310 കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ മ്യൂറൽസിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല നല്ല വെറൈറ്റി ഡിസൈൻസുകളായിട്ടുള്ളതുണ്ട്. ബോഡിയിലൊക്കെ പ്രിന്റ് വരുന്നുണ്ട്. ഒരു ഇതാണ് കേട്ടോ. കണ്ട അവിടെ ആ സാരി അല്ലേ ഇത്? സാരി തന്നെയാണ്. നന്നായിട്ടുണ്ട്. സാധാ പ്ലെയിൻ ആയിട്ടുള്ളത്. അതെ. ആ ദീപിച്ചിട്ടേക്കണ പ്രിന്റിന്റെ കൂടെ നല്ല അതെ നല്ല ഭംഗി ഉണ്ടാവും. അതെ, കാശ് കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഉള്ളതല്ല മാച്ചായി പൊക്കോളും. അടുത്ത പച്ച ആളെ പച്ചനെ നോക്കിയെടുക്കുക. കാരണം എന്താ വെച്ചാൽ പച്ച ബ്ലൗസ് ആണല്ലോ ഇട്ടിട്ട് വന്നേക്കണ മാച്ച് കിട്ടാൻ വേണ്ടിട്ടേ. കണ്ടോ, ആഹാ അടിപൊളി. ആ നല്ല ലുക്ക് ഉണ്ട്. കാര്യമുണ്ട് കേട്ടോ. നമ്മൾ പറയുന്ന മോഡൽ അനുസരിച്ച് ഇവരിവിടെ നെയ്ത് കൊടുക്കുന്നതായിരിക്കും. രാജേഷ് ബാപ്പനെ ഞങ്ങൾ കൊണ്ടുവന്നില്ല. അല്ല ഇയാളൊരു പച്ച ബ്ലൗസിന് മാച്ചായിട്ടുള്ള ഒരു സാരി ഇടുന്ന പൊക്കിയാണ്. നമ്മളുണ്ടല്ലോ സാരി ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരിവിടെ അടുത്ത സ്റ്റോക്ക് പൊട്ടിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ സ്റ്റോക്കാണ്. 1206 ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. ഒക്കെ 1206 അല്ലേ. ഒക്കെ ഒരുപാട് കെട്ടുകൾ അഴിക്കാണ്ട്. അപ്പോഴേക്കും ആ കെട്ടഴിക്കുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് പോവും. ഇത് വിജി ചേച്ചി എടുത്തിട്ടുള്ളതാട്ടാ. നിങ്ങളൊന്ന് ഇങ്ങോട്ട് നോക്കി ഇവിടെ എന്താ ഒരു തിരക്കെന്ന്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയെടുക്കാനൊക്കെ ആയിട്ട് എല്ലാവർക്കും നോക്കിയെടുക്കണമല്ലോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഡിസ്റ്റർബ് ചെയ്യണില്ല എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ മെല്ലെ ഇങ്ങനെ ധാവണിയുടെ 1-2 സെക്ഷനുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ധാവണികളുടെ കളക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം
കോപ്പർ ഉണ്ട്. അതെ, ഇതിന്റെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. ഇതുമാരെ ലൈൻസ് വരുന്നതുണ്ട്, ഇതുമാരെ സിൽവർ വരുന്നതുണ്ട്, ഇതുമാരെ ബ്ലാക്ക് ഈ ഒരു ടൈപ്പിനൊക്കെ വരുന്നത് 1650 അല്ലേ, 1650 കേട്ടോ. സ്ലീവാണ് കേട്ടോ, സ്ലീവില് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി മോഡല് പട്ടുപാവാടയാണ്. പട്ടുപാവാടയാണ് 610 കേട്ടോ. ഇങ്ങനെ ഒരുപാട് പട്ടുപാവാടയുടെ കളക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോ ഡീറ്റെയിൽ ആയിട്ട് അതിലൊന്നും കിടക്കണില്ല. പറഞ്ഞല്ലോ ഇവിടെ ഭയങ്കര റഷായി തുടങ്ങി. സെറ്റ് മുണ്ടിനും സെറ്റ് സാരിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബ്ലൗസുകൾ ഉണ്ടല്ലോ, അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെയാണ് കേട്ടോ ഇത് കാണുന്നത്. ഇത് കണ്ടോ, ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇത് ഫുള്ള് ഹാൻഡ്ലൂം ആണ് കേട്ടോ. കറിയില് നെയ്തെടുക്കുന്നതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ അതിന്റെ റേറ്റ് അത്യാവശ്യം ഉണ്ട്. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു മോഡല് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. 5440 കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് കണ്ടാലും ഞെട്ടണ്ട, ഇത് ഒറിജിനൽ ഹാൻഡ്ലൂം ആണ് കേട്ടോ. ഇത് സെറ്റ് മുണ്ടാണ്, ഇത് സെറ്റ് സാരിയാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 9100 പ്രീമിയം ചെറിയ. ഇതും അതുമാതിരി തന്നെ ഹാൻഡ്ലൂമാണ്. ഇത് കൈത്തറിയിൽ നെയ്തെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഭംഗിയും ഇതിലുണ്ട്. ഇത് ഫുള്ള് സിൽവറാണ് വരുന്നത് കേട്ടോ. സിൽവറിലൊരു ഗ്രീൻ ഡോട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിന്റെ സൈഡിൽ ഫുള്ളും കണ്ടോ ഇങ്ങനെ വർക്ക് വരുന്നത്. ഇനി നമുക്കുണ്ടല്ലോ വേറൊരു സെക്ഷനിലേക്ക് പോവാട്ടോ. ഇത് ചുരിദാറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതിൽ ഒരുപാട് കളക്ഷൻസുകൾ ഇതാ പുതിയതായിട്ട് ഇവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. മിറർ വർക്കുകൾ വരുന്നുണ്ട്, അതുമാരെ ബാത്തിക്കിൽ വരുന്നുണ്ട്, ചുങ്കിടിയിൽ വരുന്നുണ്ട്. ഇതൊക്കെ 1050 1000 മേളിലൊക്കെ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. പിന്നെ സെറ്റ് അതായത് കസവിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ളതുകളുണ്ട്. അപ്പൊ ഇതാ ഇതൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡെയിലി യൂസിനോ ഓഫീസ് യൂസിനോ കോളേജ് യൂസിനോ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ചുരിദാറിന്റെ സെക്ഷനാണ് കേട്ടോ. അപ്പൊ ചുരിദാറിന്റെ സെക്ഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇത് അവിടെ ഇവിടെയൊക്കെ കിടന്ന് നടക്കണം. അപ്പൊ ഞാൻ വേഗം കൈയോടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആളെ നമ്മളൊരു സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? അതെ, രഹസ്യം അറിയണല്ലേ. അപ്പൊ ഇനി സ്റ്റോക്ക് ഓണത്തിന്റെ വരണുള്ളോ, തുറക്കണുള്ളോ? ഓണത്തിനൊക്കെ വരുന്നുള്ളൂ. അതെ, ഹോൾസെയിൽ കായ്മണ്ടകളും നേരെ വന്ന് വെച്ചിരിക്കുകയാണ്. വൈറ്റ് കുപ്പട കായ്മണ്ടൊക്കെ ഇല്ലേ, ഇതൊക്കെ തുറക്കണുള്ളൂ കേട്ടോ അവര്. ഇതൊക്കെ താഴേക്ക് ഇറക്കണുള്ളൂ. ഇതൊക്കെ എത്രയാ വരണ റേറ്റ്? 220. രാജുചേട്ടൻ തന്നെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളാണ് കേട്ടോ. ആൾക്ക് തന്നെ ഉണ്ടല്ലേ മുണ്ടിന്റെ ഒരു നല്ല കതറിന്റെ മുണ്ടാട്ടോ. 290, 220 ആ റേഞ്ചാ വരുന്നത്. ഖാദി ടൈപ്പ് അല്ലേ? അതിന്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട്. ഇത് ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ ഒരു കമന്റ് ഇട്ടുണ്ടായിരുന്നു, 550 രൂപയ്ക്കാണ് പുറത്തുനിന്ന് വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. അതെ അതെ അതെ, ഇത് നമ്മുടെ സ്വന്തം നെയ്ത്ത് വരുന്ന സാധനമാണ്. അതാ അവിടെ ഉണ്ട് ഒരു അങ്ങനെ വന്നോളൂ. മുണ്ടുകളുടെ ഒരു സെക്ഷൻ. മുണ്ടുകളാണ്. ഈ കളർ ടൈപ്പിനൊക്കെ എത്ര വരുന്ന കേട്ടാ? ഇതാണോ? 155. ഇനി ഡിസ്കൗണ്ടും ഉണ്ടെന്ന്. 185 പോരാണ്ട് ഡിസ്കൗണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ചുരുങ്ങോ തലക്ക് കഴിഞ്ഞാൽ? ചുരുങ്ങുന്നത് വേറെ ഒരു 100 രൂപ ഐറ്റംസ് അത് ഞങ്ങൾ ഇറക്കണ്ടേ. ഇപ്പോൾ റോഡ് സൈഡൊക്കെ 100 രൂപയ്ക്ക് വിൽക്കുന്ന ഐറ്റംസ്. ഇതിൽ നല്ല കോട്ടൺ നൂല് ചേർത്തിട്ട് ചെയ്യാണ്. കണ്ടോ, അതിന് 155 കേട്ടോ വരുന്നത്. അതിന്റെ ലോഡുണ്ട്, ലോഡ് ഇനി പൊട്ടിക്കാൻ ബാക്കി. പിന്നെ ഇതൊക്കെ സ്ഥലം ഇല്ലാന്നിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും കാണിക്കാം. നമുക്ക് റാക്ക് വരുന്നത്. പട്ടുപാവാടയാണോ? ഉടുപ്പ് ഫ്രോക്കാണ് കേട്ടോ. കുട്ടികളുടെ ഉടുപ്പാണ്. കുട്ടികളുടെ ഉടുപ്പ്. ഇതിനൊക്കെ എത്രയാ വരണേ? ഏകദേശം റേറ്റ് ആയിട്ടില്ല, ഇട്ടിട്ടില്ല. 500 സംതിങ് വരും. റാക്ക് വരുന്നുണ്ട്, 3 ദിവസം കൊണ്ട് റാക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് കാണിക്കാം. എല്ലാം പടപടയെന്നാണ് പണികള് അല്ലേ? ഉഷാറായിട്ട് നടക്കുന്നത്. റാക്ക് സീലിംഗ് ഒക്കെ ഇപ്പൊ എടുത്താണ്, പെട്ടെന്ന് എടുത്താണ്. അത് ശരി. തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇവിടെ മൊത്തം സ്റ്റോക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അവിടെ ഷോപ്പാണോ? എവിടെ? ഷാർജയിലാണ്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. അപ്പൊ ഇതാണ് ഐറ്റംസ് കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് സെറ്റാ കാണാം. എൻ്റെ അടുത്ത് ധാവണിയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെ, ധാവണി എന്ന് പറഞ്ഞപ്പോ മോഡൽ എന്താ മോഡല്? നൈറ്റ് രാത്രി ദീപേച്ചി ഓണത്തിന്റെ സ്റ്റോക്കുകൾ വരണുള്ളൂ. അതെ, അതായത് നമ്മൾ
നെയ്ത്ത് കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നെയ്ത്ത് വന്നിട്ട് ഇപ്പൊ പണ്ടത്തെ 500 തര ഉണ്ടാകുന്നത് ഇപ്പൊ 800 തരാക്കിയിട്ടുണ്ട്, 800 ശരി. അല്ല സ്റ്റോക്കിന്റെ കാര്യം പറയാൻ പറ്റില്ല, കാരണം ഓണത്തിന്റെ 3 ലോഡ് സ്റ്റോക്ക് ഇപ്പൊ തന്നെ കഴിഞ്ഞു. തിരക്ക് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ താഴേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നേരത്തെ കണ്ടില്ലേ ഒരു പട്ടുപാവാട ബ്ലാക്ക് നമ്മൾ വെച്ച് നോക്കിയത്, അതിന്റെ തന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് കളേഴ്സ് ഉണ്ട് കേട്ടോ. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. അപ്പൊ ഇവര് സേവ് ദ ഡേറ്റിന് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് പേരുണ്ട്. ഇവിടെ നോക്കിയാണെന്നോ ഇവരൊക്കെ വരുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ അവിടുത്തെ കളക്ഷൻസ് ഒക്കെ? അതെ, എവിടുന്ന് പറഞ്ഞേ? കോട്ടയം. അതായത് കോട്ടയംകാരാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരണത് അല്ലേ? ഇവര് ഷോപ്പിലേക്കാണ് കേട്ടോ. ആ ഷോപ്പിലേക്ക് എടുക്കാൻ വേണ്ടിട്ട്. കോട്ടയം എവിടെ ചോദിച്ചപ്പോ? കോട്ടയം ഏറ്റുമാനൂർ അമ്പലത്തിന്റെ അടുത്താണ്. പല ജില്ലകളിൽ നിന്നും ആൾക്കാർ. അതെ, ഒരു രാവിലെ വന്നാണ് കേട്ടോ അവര്. നിങ്ങൾ എത്ര മണിക്ക് എത്തി ഇവിടെ? അതെ അല്ലേ? എവിടെ നിന്ന് വരണപ്പോ സ്ഥലം? പാലക്കാടാണ്. എങ്ങനെ യൂട്യൂബ് കണ്ടോ? സന്തോഷം. എല്ലാം വാച്ച് ചെയ്യുന്നു. സ്വന്തം അതന്നെ ഈ 3 ദിവസമായിട്ട് ഭയങ്കര തിരക്കായിട്ട്. ഇത് സത്യമാണ് കേട്ടോ പറഞ്ഞത്. വന്നപ്പോ ഒന്നും കാണുന്നില്ല, ഞാൻ ഓപ്പണായിട്ട് പറയാണ്. ഇപ്പൊ ദിവസം ഈ തിരക്ക് വരണ കാര്യം ഇപ്പൊ തിങ്കളാഴ്ച ദിവസമാണത്. അപ്പൊ ഒരുപാട് പേര് നല്ല പ്രതീക്ഷയിലാണ് വരുന്നത്, നല്ല കളക്ഷൻ ഉണ്ടാവുന്നത്. നമ്മുടെ 3 ലോഡ് സ്റ്റോക്ക് ഇപ്പൊ തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. നെയ്ത്തുകാരും ഭയങ്കരമായിട്ട് ഷോർട്ടായിട്ട്. ഇപ്പൊ ഡെയിലി ഇപ്പൊ സ്റ്റോക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിപ്പോ ഈ സ്റ്റോക്ക് ഭയങ്കര കുറവാണ്. കാണാൻ പറ്റും. ഞാൻ ഓപ്പണായിട്ട് പറയാൻ കാരണം ഒരാളും സ്റ്റോക്ക് കുറവെന്ന് പറയരുത്. അതെ, എന്താ വെച്ചാൽ വന്ന് ഇത്രയും പ്രതീക്ഷയോടെ വന്നിട്ട് നമുക്ക് അതാണ് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാം. വേണ്ടിയാണ് പറയണത്. സ്റ്റോക്ക് ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചിട്ട് വന്നാൽ ഇത്തിരി ബെറ്റർ ആണ്. താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചു വെച്ചാൽ മതി. അപ്പൊ അതാണ് ഇങ്ങനെ കിടക്കാൻ കാരണം. അന്തരാഗൊക്കെ നോക്ക് എത്ര അവിടെ കാലിയായിട്ടാണ് കിടക്കുന്നത്. പ്രൊഡക്ഷൻ കൂട്ടിയുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഡെയിലി നേരത്തെ ആവുന്നില്ല മാത്രം. ഇത്രയും 14 ഡിസ്ട്രിക്റ്റും കൂടാണ്ട് ബോംബെ, ഡൽഹി, ബാംഗ്ലൂര്. ബോംബെ തന്നെ ആകുമ്പോൾ താന, ഡോംബെയില്, കല്യാണം, പനവേല്, ഇവിടെ ഒരുപാട് അയക്കാറുള്ളത്. ഒരുപാട് പേര് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാറുണ്ട്. ഓൺലൈൻ പർച്ചേസ് ഒക്കെ ഉണ്ട് അല്ലേ? അവിടെ ഷോപ്പിന് കൊണ്ടേ വെക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ നമുക്ക് ലണ്ടൻ സപ്പോർട്ട്. ലണ്ടൻ മലയാളികൾക്ക് ഒരുപാട് നന്ദി. ലണ്ടൻ, നമ്മുടെ USA, അമേരിക്ക, എല്ലാ സ്ഥലത്തുനിന്നും ഈ ഇപ്പൊ വെക്കേഷൻ ആണല്ലോ, അവരൊക്കെ വരുന്നുണ്ട് അല്ലേ? പിന്നെ കോട്ടയംകാര് കുറച്ച് മുന്നേ പറഞ്ഞല്ലോ. പിന്നെ അടുത്തുള്ള പാലക്കാട്, തൃശ്ശൂര്, 14 ജില്ലകൾ, എല്ലാ സ്ഥലത്തും നമുക്ക് സ്ഥിരം വരുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട് ഇവിടെ. തീർച്ചയായിട്ടും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് വിളിച്ച് ചോദിച്ചോളൂ. അപ്പൊ ഇവിടെ സ്റ്റാഫ് 14 പേരുണ്ട്. അവരെന്നെ പറഞ്ഞു തരും. അടിച്ചു വന്നതാണ് കേട്ടോ. ചേച്ചി നിങ്ങൾ നോക്കിയാതെ അപ്പൊ ഇതൊക്കെ സ്റ്റിക്കർ ഇടുന്നതാണ്. 1389 കേട്ടോ റേറ്റ്. അതിന്റെ കളക്ഷൻസ് ഇവിടെ ഇങ്ങനെ വില ഒട്ടിച്ചിട്ട് അവർ സ്റ്റോക്കിൽ നിന്ന് എടുത്തിട്ട് ഡിസ്പ്ലേയിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ഇതിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് മ്യൂറൽ, നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ മ്യൂറൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിന് 1389 കേട്ടോ വരുന്നത്. ഇത് കണ്ട ഈ ബ്ലൗസ് ഇതിന്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടേ അതിന്റെ അടിയിലൊരു കര വരുന്നുണ്ട്. കണ്ട കളർ കരയാണ് വരുന്നല്ല. 1389 എല്ലാത്തിനും ഒരേ വിലയാണ് കേട്ടോ. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്നറിയോ, ഇവിടെ ഇനിയും സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഫുള്ള് കാലിയാണ് ഉണ്ടാവും. അപ്പൊ ഇവര് പറയണത് എന്താണെന്നറിയോ, ഇനിയും ഓണത്തിന്റെ സ്റ്റോക്സ് വന്നിട്ടില്ല, ഇനിയും ഇഷ്ടംപോലെ വരാനുണ്ട് അത്ര. അപ്പൊ ഇനിയും ഒരുപാട് നല്ല ഭംഗിയുള്ള സെറ്റ് മുണ്ടുള്ള സെറ്റ് സാരികളൊക്കെ ആയിട്ട് നമ്മുടെ AR കളക്ഷൻസ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കാണ് കേട്ടോ. സിൽക്ക് സാരീസിനും നമുക്ക് ഇവിടെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് അടുത്ത വീഡിയോയിൽ ഇടാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോയില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.